എല്ലാവർക്കും ഒരു നമുക്കൊക്കെ അതിശയം തോന്നിയ ഒരു കാര്യമാണേ. ബൈബിള് സ്വന്തം കൈപ്പടയിൽ എഴുതിയ ആൻറ്റിയെ ഞാൻ കാണിച്ചു തരാം. ആദ്യം ഈ ബൈബിളാണ്, കണ്ടോ? അനുഗ്രഹങ്ങൾ കേട്ടോ. കണ്ടോ, മുഴുവൻ അപ്പം ഇതിന്റെ ശില്പിയാണ് ഈ നിൽക്കുന്നത്. ആന്റിയുടെ പേരെന്ന് പറഞ്ഞേ? തങ്കമ്മ ചെറിയക്ക്, ചിറ്റേട്ടുകളം. എത്ര ദിവസം കൊണ്ട് ആന്റി ഇത് എഴുതിയേ? 1 വർഷം 2 മാസവും. ഇത് എഴുതി കഴിഞ്ഞപ്പോൾ എന്താണ് അനുഭവപ്പെട്ടത്? ഭയങ്കര സന്തോഷമാണ്. ഇത് കണ്ടിട്ടൂടെ ഞങ്ങൾക്ക് അത്ഭുതവും സന്തോഷവും തോന്നുകയാണ് കേട്ടോ. എത്ര പേന ഉപയോഗിച്ചു? 63 പേന, 3 മാർക്കർ. ഇത് പേപ്പറുകൾ എത്രയുണ്ട് മൊത്തം? 1800 രൂപയുടെ പേപ്പറാണ്. ഇത് എവിടെ ബൈൻഡ് ചെയ്തേ? ബൈൻഡ് ആദ്യം ഇവിടെ നമ്മുടെ ചങ്ങനാശ്ശേരി ചെയ്തു. അതിൻ്റെ ഇങ്ങനെ പ്ലാസ്റ്റിക് ഒക്കെ ഇട്ട് കെട്ടി വെച്ച് സ്റ്റാപ്ലർ അടിച്ചു വെച്ചത്. അപ്പൊ എന്റെ വെല്ലുമോൻ ഇപ്രാവശ്യം വന്നേച്ച് പറഞ്ഞു ഇത് അങ്ങനെ വെക്കണ്ട അമ്മേന്ന് പറഞ്ഞ് വെണ്ണിക്കുളത്ത് കൊണ്ടുപോയി ബൈൻഡ് ചെയ്തു. ഇത് എഴുതാനുണ്ടായ ഒരു പ്രചോദനം എന്താ? നമ്മുടെ ഇവിടെ വചനവർഷം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പൊ ഇവിടെ അച്ഛൻ പറഞ്ഞു ഒരമ്മച്ചി ഇങ്ങനെ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ പുതിയ നിയമമല്ലോ എഴുതേ, അപ്പം എഴുതാൻ പറ്റുന്നവർ മൊത്തം എഴുതുക. അപ്പൊ ആ അമ്മച്ചിക്ക് ഒത്തിരി അനുഗ്രഹം ഈശോ കൊടുത്തു. അപ്പൊ അതെനിക്ക് തോന്നി തന്നെയായിട്ട് എഴുതിയാണ്. പക്ഷെ എനിക്കത് അറിയത്തില്ലായിരുന്നു. അതുകൂടി ഇരിപ്പുണ്ട്, ബൈൻഡ് ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ ഇത് എഴുതി ഒരു കൊച്ചിന്റെ അവിടെ നിലനിൽത്തുള്ളൊരു കൊച്ചിന്റെ പേപ്പറിൽ വന്നപ്പോൾ എന്നെ വിളിച്ചു ചോദിച്ചപ്പോൾ അത് പറയുന്ന പോലെ പേപ്പർ നമ്മൾ പ്രസിദ്ധെന്ന് പറഞ്ഞ് മേടിച്ചോണ്ട് വന്നിരുന്നു. എന്നാലും ഒത്തിരി സന്തോഷം കേട്ടോ. നമുക്കിത് കാണാൻ പറ്റിയതിലും ഒരുപാട് സന്തോഷം. എല്ലാവരും ഒന്നുകൂടെ കണ്ടോളൂ. ഇതിട്ടത് ഫേസ്ബുക്കിനകത്ത് അവരിട്ടതാ, ഈ ലെതറിന്റെ ചെയ്തവരെ. അവരെന്നിട്ട് ഇവിടെ ഞങ്ങൾ അന്നേരം വെള്ളിക്കുളത്തിന് പോയപ്പോൾ ഞാൻ ഇറങ്ങിപ്പോയില്ലായിരുന്നു. അവര് പിന്നെ പെട്ടെന്ന് ഇത് ബൈൻഡ് ചെയ്ത് ഇവിടെ കൊണ്ടുവച്ച് അവർ പറഞ്ഞു എനിക്ക് ഞങ്ങൾക്ക് കാണാൻ വന്ന ഇതായത് ആരാണ്. അനുഗ്രഹം ഉള്ള ഒരു അമ്മയും അല്ലേ? അതെ 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 അനുഗ്രഹം. അതെ ദൈവത്തിൻ്റെ. ചേട്ടാ ഒത്തിരി സന്തോഷമല്ലേ അല്ലേ? അപ്പം എന്തായാലും ഒരുപാട് ഞങ്ങൾക്ക് സന്തോഷം കേട്ടോ.